ദൈവത്തിനു മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ 6-ാം തീയതി മുതൽ നാം റാപ്ചർ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. ഭാവികാല ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായതാണ് ഡിസ്പെൻസേഷണൽ തിയോളജി അഥവാ യുഗപരമായ വേദശാസ്ത്രം. ഇതിൽ പ്രാധാന്യം അറിയിക്കുന്നത് ന്യായപ്രമാണ യുഗം, കൃപായുഗം, സഹസ്രാബ്ദ യുഗം എന്നിവയാണ്. ഈ പ്രത്യേക വേദശാസ്ത്രം ന്യായപ്രമാണത്തെയും കൃപയെയും പ്രത്യേകം വേർതിരിച്ച് കാണിക്കുകയും ഇസ്രായേലും ദൈവസഭയും തികച്ചും വിഭിന്നങ്ങളായ രണ്ട് ഘടകങ്ങളാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് തിരുവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദ ജാതിക്കായി വന്ന മെശിഹയെ അവർ അംഗീകരിക്കാതെ ക്രിസ്തുവിന്റെ ആധിപത്യത്തെ നിരാകരിച്ചുകൊണ്ട് കൈസറിനെ തങ്ങളുടെ രാജാവായി അവരോധിച്ചതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജീവനായകനായ ക്രിസ്തുവിനെ ക്രൂശിൽ മേൽ തറപ്പിച്ചതോടുകൂടി യഹൂദൻ ജാതിയായി അതിക്രമത്തിന്റെയും തിരസ്കരണത്തിന്റെയും ഉച്ചകോടിയിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പരാജയം ദൈവജനത്തിൽ യുഗപരമായി മറച്ചു വെച്ചിരുന്ന ദൈവകൃപയുടെ പെരുവഴി ഒരിക്കലിനായി സർവശക്തനായ ദൈവം രൂപം കൊടുത്തു എന്നതാണ്. യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു പ്രത്യേക സമൂഹത്തെ അഥവാ ദൈവ സഭയെ രംഗപ്രവേശനം ചെയ്യിക്കുകയായിരുന്നു അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നിത്യനായ ദൈവം തന്റെ സർവജ്ഞാനത്തിന്റെ സ്ഥിര നിർണയത്തിൽ ഒരുക്കി വച്ചിരുന്ന ഈ നിക്ഷിപ്ത കാലയളവ് യുഗങ്ങളുടെ പഠനക്രമം അനുസരിച്ച് കൃപായുഗമായിട്ട് അഥവാ സഭായുഗമായി അംഗീകരിച്ചു പോരുന്നതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കൃപായുഗത്തിൽ ലോകത്തിന്റെ ഗതിവേഗത്തെ കുറിക്കുന്ന 3 ഘടകങ്ങളാണ് യഹൂദൻ, ജാതി, ദൈവസഭ എന്നത്. യുഗങ്ങളുടെ കാര്യപരിപാടിയിൽ സഭയുടെ ഉൽപ്രാണം എന്നത് തെറ്റുപറ്റാത്ത ഒരു നിഗമനത്തില് എത്തിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് യാക്കോബ് അപ്പസ്തോല പ്രവൃത്തികള് 15:16 പറയുന്നത് ദാവീദിന്റെ വീണുപോയ ആ കൂടാരത്തെ കുറിച്ചാണ് പറയുന്നത്. ദാവീദിന്റെ കൂടാരം 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നയോളം വീണു കിടക്കുന്ന യഹൂദ ജാതിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജാതീയ രാഷ്ട്രങ്ങളുടെ മധ്യേ ഇന്നും അപമാനിതരായി കഴിയുന്ന ദൈവത്തിന്റെ നടുതലയായ യഹൂദ ജാതിയെ ദൈവം വീണ്ടും സന്ദർശിച്ച് അതിനെ പണിതുറപ്പിക്കും എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാര്യപരിപാടിയിലേക്ക് സർവശക്തൻ തിരിയുമ്പോൾ ജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ച പ്രസ്തുത കാലയളവിന് വിരാമം വീഴും എന്നതാണ് ദൈവവചനത്തിൽ വെളിപ്പെടുത്തുന്നത്. അഥവാ സഭയുടെ ഉൽപ്രാണ ശേഷം മാത്രമേ ദാവീദിന്റെ വീണുപോയ കൂടാരത്തിന്റെ പണി പുനരാരംഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. അതിന്റെ ചിലമ്പൊലികളാണ് മധ്യപൂർവ്വ ദേശത്ത് ജാതീയ രാഷ്ട്രങ്ങളുടെ മധ്യേയും ഇന്ന് മുഴകിക്കൊണ്ടിരിക്കുന്നതും എന്ന് നാം മറന്നു പോകരുത്. ഓർക്കുക, ഈ യുദ്ധം ആരംഭിച്ചിട്ട് വളരെ ഭീകരമാകുന്ന നിലയിൽ അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഭയാനകമായ നിലയിലേക്ക് ഇപ്പോഴത്തെ യുദ്ധം മാറത്തക്ക വിധത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനും ഒക്കെ അവര് വളരെ ശക്തിയോടുകൂടി വീറോടുകൂടെ മുൻപോട്ട് പോകുന്നതാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കർത്താവിന്റെ വരവിനെ വളരെ വ്യക്തമായി തിരുവചനാടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുകയാണ്. പൗലോസ് പറയുമ്പോൾ റോമാലേഖനം 11:17 വാക്യത്തിൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടുലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കുക എന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. വീണ്ടും 11:12 എന്നാൽ അവരുടെ ലംഘനം
ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. യഹൂദന്റെ ആ യഥാസ്ഥാനം, യഹൂദൻ മടങ്ങി വന്ന രാഷ്ട്രം സ്ഥാപിച്ച കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും 15-ാം വാക്യത്തിൽ അവരുടെ ദേശം, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? വീണ്ടും അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ, ഇസ്രായേലിന് ഉള്ളതായ ബുദ്ധിമുട്ടുകള്, കാഠിന്യം, നേരത്തെ അനുഭവിച്ചത് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയേണ്ടതിന് വേണ്ടി ദൈവം അല്പകാലം കൂടി കൃപായുഗം നീട്ടിയിരിക്കുന്ന ഈ അനുഭവം അത് എത്ര പീരീഡിനുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു, വാതുക്കലായിരിക്കുന്നു. അതെ, അടുത്ത ദിവസങ്ങളിൽ തുടർന്നും നമുക്ക് ചിന്തിക്കാം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാന്തനുമാ